സുഷ്മിന നാടിക്ക് 3 വിടവുണ്ട്. കാലിന് സ്വാധീന കുറവുണ്ട്. നടന്നാ വീഴും, നടന്നല്ല നിന്നാ വീഴും. നിങ്ങളുടെ ഭാര്യയുടെ ഞരമ്പുകളെ ദൈവം റിസ്റ്റോർ ചെയ്യാനായി പോവുക. രാത്രി ഞാൻ ഉറക്കമില്ലാതെ കിടന്ന് കരയും ബ്രദറെ. 4 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആള്. നട്ടിലിൽ സുഷ്മിനയ്ക്ക് 3 ഹോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കത്തില്ല. അതിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ല. എല്ലുകൾ ട്രെയിൻ കൂട്ടിയിടിച്ചതുപോലെ കൂട്ടിയിടിച്ചു. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞേ? മുന്നോട്ട് ഈ ചേച്ചി നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നും. ഹസ്ബൻഡും ബ്രദറും കൂടെ വരാം. ഈ സിസ്റ്ററെ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവരുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്? തിരുവല്ല മീറ്റിങ്ങിന് കാറിലാണ് കൊണ്ടുവന്നത്. എങ്ങനെ? പക്ഷെ ഇദ്ദേഹം ബ്രദർ അന്ന് പറയുമ്പോൾ പറഞ്ഞു ഇദ്ദേഹം ഒന്ന് തിരിച്ച് ബസ്സിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ പ്രാവശ്യം വന്ന് ബസ്സില. ഇദ്ദേഹം ഇല്ലാത്ത വീട്ടിലെയല്ല, കുറച്ച് സാമ്പത്തികമായിട്ടുണ്ട് കൃപയാൽ. പക്ഷേ ഇദ്ദേഹം ബസ്സിൽ വന്നതിന് താങ്ക് ഗോഡ്, അതൊരു വലിയ കാര്യമാണ്. എന്തായിരുന്നു ഭാര്യയുടെ അസുഖം? ഞരമ്പിന് 3 വിടവുണ്ട്. നട്ടലിന് സുഷ്മിന നാടിക്ക് 3 വിടവുണ്ട്. പിന്നെ കാലിന് സ്വാധീന കുറവുണ്ട്. നടന്നാ വീഴും, നടന്നല്ല നിന്നാ വീഴും. എന്റെ കൈ പിടിച്ചാണ് നടക്കുള്ളൂ. അല്ല, സുഷ്മിന നാടിക്ക് 3 ഹോളുണ്ട്. 4 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആള്. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. ഇതിനു വേണ്ടിയാണ് വന്നത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വന്നത്. ഓപ്പറേഷൻ, അതായത് സുഷ്മിന നാടിക്ക് 4 ഹോള്, 3 ഹോള്. ആ ഹോളുള്ളത് കൊണ്ട് നേരെ നിൽക്കത്തില്ല. ഒരു കാലിന്റെ തൊട ചുരുങ്ങിപ്പോയി. 99% ഓപ്പറേഷൻ ചെയ്താ കിടപ്പായി പോകുന്ന പറഞ്ഞിരുന്നത്. 99%. അപ്പൊ മക്കള് കുഞ്ഞുമകൾ പിന്നെ അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആഫ്രിക്കയിലായിരുന്നു. അവിടെ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ. ആഫ്രിക്കയിൽ എവിടെ? ടാൻസാനിയ. അതിന് പോകുന്നില്ല, ഇവിടെ നോക്കിയെടുക്കാൻ നടന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ മൈന് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 3 ലക്ഷം കെട്ടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഉറപ്പ് പറയുന്നില്ല. പിന്നെ സക്സസ് ഇല്ല, കിടപ്പായി പോകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണ് ചേച്ചിയെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നത്. ബ്രദറിന്റെ ഈ കയ്യിൽ വല്ല സ്കാനിങ് റിപ്പോർട്ടോ CT സ്കാൻ റിപ്പോർട്ടോ എല്ലാം ആ ഫോണിലുള്ള സാധനം എനിക്ക് തരണം. കാരണം എന്താണെന്നറിയോ? നട്ടിലിൽ സുഷ്മിനയ്ക്ക് 3 ഹോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കത്തില്ല. അതിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ല. അതിനുശേഷം കാലിലെ രക്തോട്ടം ഇല്ലാതെ തൊട ചുരുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇത് കണ്ടാലേ ഒക്കത്തുള്ളൂ. പിന്നെ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. തൊണ്ടയിൽ ആരുടെ? ഇദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. എങ്ങനെ? കാല് തടി വെച്ചു 1 മാസം കൊണ്ട്. എങ്ങനെയാമേ? ഇവിടെ ക്ഷീണിക്കുമായിരുന്നു, ഭയങ്കര വേദന. ഇതിങ്ങനെ അസ്ഥി ചുരുങ്ങി വരും എല്ലാം കൂടെ. രാത്രി ഞാൻ ഉറക്കമില്ലാതെ കിടന്ന് കരയും ബ്രദറെ. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത്, പുള്ളി ആഫ്രിക്കയിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈശോപ്പ എടുത്ത് പോകണം. ജോൺ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും. എത്രയും പെട്ടെന്ന് വരാനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതേ അങ്ങനെയാണോ വന്നത്? അങ്ങനെയാ വന്നത്. ഇത് കേൾക്കുന്ന യൂട്യൂബിൽ കേൾക്കുന്ന ആളുകൾക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഇദ്ദേഹത്തെ കണ്ടത് കഴിഞ്ഞ മാസം ഞാൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ എങ്ങനെ നടക്കും എന്ന് തോന്നുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ പിടിച്ചില്ല, ആള് വീഴും. പിടിച്ചില്ലേ വീഴും. ബസ്സേക്കാരൻ നടന്ന് ഒരു ചെറിയൊരു കല്ല് കണ്ട് അവിടെ വീഴുന്ന ആളാണ് ബസ്സേക്കാരി എന്ന് ഇവിടെ വന്നത്. ഇങ്ങനെ നിൽക്കാൻ പറ്റും. മോളും വന്നേ. കൃഷ്ണപ്രിയ വാ. കൃഷ്ണപ്രിയ അല്ല, കൃഷ്ണപ്രിയ എന്തായിരുന്നു? ആതിരയോ എന്തായിരുന്നു? അഞ്ജന വാ. അഞ്ജന അഞ്ജന അമ്മയെ കുറിച്ചൊന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അമ്മയുടെ പ്രശ്നം? അമ്മയുടെ കാലിന്റെ അവിടെ നടക്കാൻ വയ്യ, പണിയാൻ വയ്യ. എന്തൊക്കെയായിരുന്നു അമ്മയുടെ ബുദ്ധിമുട്ട്? എന്തൊക്കെയായിരുന്നു അത് പറഞ്ഞാൽ ഇത് മോളെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനേകർ ലോകത്തുണ്ട്. അവര് വൈദ്യശാസ്ത്രം തോറ്റ് കിടക്കുന്ന ആളുകളുണ്ട്. നിന്റെ അമ്മയ്ക്ക് ഈ സൗഖ്യം കൊടുത്തത് അനേകരെ സൗഖ്യമാക്കുന്ന യേശു ഉണ്ടെന്ന് പറയാനാണ്. ഒരാമയും പറയാത്ത എന്താ? അഞ്ജന പറ, എന്തൊക്കെയായിരുന്നു അമ്മയുടെ പ്രയാത പ്രശ്നങ്ങൾ? അമ്മയുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ ആയിരുന്നു. പിന്നെ നടുവിന് മറ്റേ ഇതിന് 3 ഹോളുണ്ടായിരുന്നു. പിന്നെ കാലിന്റെ മുട്ടിന് താഴത്തോട്ട് തളർന്നിരിക്കണായിരുന്നു. അതുകൊണ്ട് അമ്മ നടക്കത്തില്ല, വീട്ടിലൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാം ചെയ്യും.
എഴുന്നേറ്റ് വന്ന് കൈയടിക്കാവുന്നേ ഉള്ളൂ കാര്യം. ഇത് ഭയങ്കരമോ? മോളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ വരുന്നവരെ. അതിനിടയ്ക്ക് IAS കോച്ചിങ് വരാൻ പോകുന്നുള്ളൂ. IAS കോഴ്സിന് പോകുന്ന ആളാണ് ഈ നിൽക്കുന്നത്. അവൾ നീളം വയ്ക്കുകയും മിടിക്കുകയോ ചെയ്യും. അവൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്ന അത്ര വലിയ കാര്യമോ എന്ന് പറഞ്ഞാൽ ബ്രദർ ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് ഇയാളെ ഹോസ്പിറ്റലിൽ കാണിക്കാനാ വരുന്നത്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതാ അപ്പോഴിദ്ദേഹം പറയുവാണ് ഈ മീറ്റിങ്ങിന് പോകണമെന്ന്. കൊച്ചിന്റെ ഭാവി ഒരു വല്ലാത്ത രീതി, കാരണം ഈ പണിയെടുത്ത് കൊച്ചു ക്ഷീണിച്ചു പോകുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വന്നത്. ഓക്കെ. വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്? പിന്നെ തിരുവല്ല ഈ മീറ്റിംഗ് വന്നത്. ഓക്കെ. അതിന് മുമ്പ് പറയുമായിരുന്നു ഇവിടെ പോയാൽ മാറും തീർത്ത് പറയുമായിരുന്നു എന്നോട് എപ്പോഴും. അപ്പൊ ഞാനത് കൂടി പോയി. കഴിഞ്ഞ ദിവസം കാറിന് വന്നു, ഈ പ്രാവശ്യം ബസ്സിന് വന്നു. ഒരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. സുഷ്മിനയ്ക്ക് 3 ഹോള്. കാറിന് ബാക്കിലെ സീറ്റിൽ ഞാൻ കിടന്നാ വന്നത്. കാറിന്റെ പുറകിലെ സീറ്റിൽ കിടന്നാ വന്നത്. പിന്നെ അങ്ങോട്ട് സുഖമായിട്ട് ഇരുന്ന് പോയി. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ സന്തോഷം നോക്കി നിങ്ങള്. നല്ലൊരു സന്തോഷം പറയാനുള്ള ഈ ജോൺ ബ്രദർ ഈശോയും ഉണ്ടാക്കി ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നത് അജിത ചേച്ചിയാണ്. അജിത ചേച്ചിനെ ചേച്ചി എനിക്ക് മനസ്സിലായില്ല. അജിത നമ്മുടെ വൈക്കം. ഓക്കെ, വണ്ടർഫുൾ. അത് വലിയൊരു അത്ഭുതം ബ്രദറെ. ക്യാൻസർ ആയിരുന്നു. ഫസ്റ്റ് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. സൗണ്ട് ഇല്ലായിരുന്നു. ഒത്തിരി സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും വയ്യായിരുന്നു എനിക്ക്. ഇതെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് 4-ാം മാസം ഞങ്ങളൊരു വീട് വാടക. അതൊക്കെ ഒത്തിരി കഷ്ടതയോ ഒത്തിരി പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഞങ്ങള് റിപ്പോർട്ട് വന്നേ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ തളർന്നു പോയി. ഒരിടത്ത് ഞങ്ങളിങ്ങനെ പോകും. ഞങ്ങൾ 2 പേരും കൂടെ പോകുക. അപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന ഭാരതിയമ്മ പറയാണ്, മഞ്ജു നിങ്ങളെ അന്വേഷിച്ച് അജിത എന്ന് പറഞ്ഞ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അജിത എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ടുണ്ട്. ക്യാൻസർ വന്നോണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ. അജിത എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അജിതയോ? അപ്പൊ കടവും കൊണ്ട് മുങ്ങി നിൽക്കുകയാണ് ഞങ്ങള്. പിന്നെ കടക്കാര് വീട്ടിൽ വന്ന് തെറി പറയണ്ടല്ലോ എന്നോർത്ത് ഞങ്ങളെ വീടിൻ്റെ ഇടയ്ക്ക് പോവുക. പോയി ചെന്ന് ആ അമ്മ ഭാരതിയമ്മ പറയുന്നത് ഇന്ന ചേട്ടൻ്റെ പേരും പറഞ്ഞു ജോലിയും പറഞ്ഞു. അജിത ചേച്ചിയുടെ ഭർത്താവിൻ്റെ. അവിടെ ചെന്നപ്പോൾ അജിത ചേച്ചി ജോൺ ബ്രദറിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോയേക്കോ. ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം മോൻ പറഞ്ഞു അമ്മ എവിടെയോ പോയേക്കോന്ന് പറഞ്ഞു. അമ്മേനെ വിളിച്ച് സംസാരിച്ചു. അപ്പം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നില്ലേ മഞ്ജുവിനെ തിരക്കി? ഞാൻ വന്നില്ല മോളെ എന്ന് പറഞ്ഞു. ചേച്ചി വന്നില്ലേ? ഇല്ല. ആണയിട്ട് പറയോ ചേച്ചി വന്നില്ലെന്ന്. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലും. അപ്പൊ ഈ ചേച്ചി എന്നോട് പറയാ എനിക്ക് ഇന്ന അസുഖം ചേച്ചി, ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ചേച്ചി എന്ന് പറഞ്ഞു വേറൊരാൾ. സത്യത്തിൽ അങ്ങനെ സിസ്റ്റർ വന്നിട്ടില്ല. ചേച്ചി എന്തിനാ എന്റെ വീട്ടിൽ വന്നെന്ന്. അപ്പൊ ചേച്ചി വന്നിട്ടില്ല എന്നെ സെറ്റപ്പ് ദൈവത്തിന്റെ നോക്കൂ. ഇത് വല്ല ആരെങ്കിലും കേട്ടാ വിശ്വസിക്കുന്ന കാര്യം വല്ലതും ആണോ? ചേച്ചി പറയാണ് 5:30 പ്രാർത്ഥനയുണ്ട്, 5 മണിക്ക് പ്രാർത്ഥനയുണ്ട്, സൂര്യ TV പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചേപ്പിക്കും. ആ സമയമാകുമ്പോ ഫോൺ ചെയ്ത്. പക്ഷേ ചേച്ചി വിളിച്ചിട്ടുമില്ല. അല്ലെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോ ചേച്ചി വന്നിട്ടില്ലെന്ന് പറയും. അപ്പൊ ചേച്ചി രാത്രി വിളിക്കുകയാണ്, മഞ്ജു ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥലത്ത് പോയതാണ്. മഞ്ജുവിന് 2ാമത് ഓപ്പറേഷൻ ക്യാൻസർ ആണ്. എനിക്ക് ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് ഈ ചേച്ചി എന്നോട് പറയുകയാണ്, മഞ്ജു അവിടെ പോയാൽ മതി, അവിടെ പോയാൽ മതി എന്ന്. എൻ്റെ മോന് പാല് കുടിക്കുന്ന പ്രായത്തിലാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ തന്നെ അവിടെ വരുന്നത്. അപ്പം എൻ്റെ കാലിന് തള്ളവിരലിന് പയ്യെ തുടങ്ങിയ അസുഖമാണ്. ഇന്ന് 12 വർഷമായിട്ട് ഇപ്പം ഞാനത് ഇപ്പം അനുഭവിക്കണം. ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ട് ശരിക്കും മാറി. ആ താടി വെച്ച ബ്രദറിന്റെ അടുക്ക ചെന്നേ. നിങ്ങളുടെ ഭാര്യയാണോ നിൽക്കുന്നത്? നെർവുകളെ കർത്താവ് റിസ്റ്റോർ ചെയ്യാനായി പോവുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? നിങ്ങളുടെ ഭാര്യയുടെ ഞരമ്പുകളെ ദൈവം റിസ്റ്റോർ ചെയ്യാനായി പോവുക. ഞരമ്പുകളിൽ രക്തോട്ടം സ്ലോ ആയി പോയി. ഞരമ്പുകളിൽ രക്തോട്ടം. നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്കൊരു മെസ്സേജ് മനസ്സിലായി. നെർവുകളാണ് അവിടെയും പ്രശ്നം. രക്തോട്ടക്കുറവാ. കഴുത്തിന്റെ എവിടത്തെയും പോയി, നട്ടലിന്റെ എവിടത്തെയും പോയി. കഴുത്തിനോട് പോയി. ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ആ കംപ്രഷൻ നേരെ വന്ന് ഇവരുടെ ഹിപ്പിലേക്ക് തട്ടി, ഇവരുടെ കാലിലേക്ക് തട്ടി, കൈയിലേക്ക് തട്ടി. ഇനി ഇവര് നടക്കണമെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണം. സുഷ്മിന നാടിക്ക് 3 വിടവാന്ന് പറഞ്ഞേക്കണം. അത്
നിങ്ങൾ വിചാരിക്കുന്നു അവരുടെ കയ്യത്ത് കത്തി വെക്കാതെ യേശു ഈ പകൽ സൗഖ്യമാകുന്നു? Something is going on now. ബ്രദറിനെ ആദ്യമായിട്ട് കാണുമല്ലേ? എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ ആ കാര്യത്തിൽ പരിചയമില്ല. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഞാൻ ആ ചേച്ചിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട്. അവരുടെ കൈ ഇടതുവശം മരച്ചായിരുന്നേ. ആ കയ്യിലെ മരയിപ്പോ ഐസ് നമ്മുടെ ദേഹത്ത് തൊട്ട ഐസ് നമുക്ക് തണുക്കത്തില്ലേ? ആ ഐസിന്റെ തണുപ്പ് മാറിയിട്ട് നമ്മൾ ഫ്രീ ആകുന്നത് പോലെ അവരുടെ കൈ സൗഖ്യമാകുന്നത് എന്റെ കണ്ണിൽ കാണാം. നാളെയല്ല കേട്ടോ, ഇപ്പോ. In the name of Jesus. സിസ്റ്ററെ മുന്നോട്ട് നടന്നേ. ആ രണ്ട് കൈ ഒന്ന് ഉയർത്തിക്കേ. ആ രണ്ട് കരമൊന്ന് ഉയർത്തിക്കേ. ചീന കാസിലിക്കോ റോനിനാന കാസിലിക്കോ. ഇതെങ്ങനെ നടക്കുവോ? ഇതെങ്ങനെ നടക്കുവോ? നടക്കുവോ? എന്നോട് പറഞ്ഞത് ഞാൻ കാറിനാ വന്നത്, തിരിച്ച് ബസ്സിന് പോണെന്നാ പറഞ്ഞേക്കണേ. കയറി കാറിന് വന്നേ, തിരിച്ചു ബസ്സിൽ പോകണമെന്ന് പറഞ്ഞേച്ചാ വന്നേ. സോറി സിസ്റ്ററെ, ആ ചേച്ചിയുടെ ഞാൻ ഈ പറയുന്ന 3 സ്ഥലത്ത് തൊടണം. ഒന്ന് ഇവിടെ തൊടണം, ഹസ്ബൻഡിനോട് പറയണം. ഒന്ന് ഇവിടെ, 2 നേരെ നമ്മുടെ വയറിന്റെ മുകൾ വശത്തുള്ള നട്ടലിന്റെ ആരംഭ ഭാഗം ഇവിടെ, 3 നമ്മുടെ ഹിപ്പ് തുടങ്ങുന്നതിന്റെ ആരംഭ ഭാഗം. ഈ 3 സ്ഥലത്തും എല്ലുകൾ ട്രെയിൻ കൂട്ടിയിടിച്ചതുപോലെ കൂട്ടിയിടിച്ചു. 3 വിടവുണ്ട് അവിടെ, 3 വിടവുണ്ട് സുഷുമ്ന നാഡിക്ക്. 3 വിടവ് ട്രെയിൻ കൂട്ടിയിടിക്കണ പോലെ ഇടിച്ചു. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞേ? ആ കൂട്ടിയിടിച്ച ട്രെയിൻ ദൈവം നേരെയാക്കുക. കാല് ചവിട്ടിയാൽ അറിയുമായിരുന്നോ? ചവിട്ടിയ എവിടെ ചവിട്ടുന്നെന്ന് പിടികിട്ടത്തില്ലല്ലേ? ചവിട്ടി നോക്കി, കൈ വിട്ടുപോയി. ഞാൻ ചവിട്ടാനേ പറഞ്ഞില്ല, അവര് ചാടുവാ. ഇത് നമ്മളാരും ചെയ്യുന്നതല്ല കേട്ടോ. ഈ ചേച്ചിയുടെ വിശ്വാസമാണ് ഇവരെങ്ങനെ എത്തിച്ചത്. ഇവരുടെ വിശ്വാസമാണ് എന്റെ കാരണം. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ 500 രൂപയെങ്കിലും മേടിച്ചേനെ. പക്ഷെ നമുക്ക് ആർക്കും കഴിയത്തില്ല. പക്ഷെ കഴിയുന്ന ഒരു കർത്താവിനെ ഞാൻ സേവിക്കുന്നേ, രക്ഷിക്കാൻ കഴിയുന്ന ഒരു യേശുവിനെ ഞാൻ സേവിക്കുന്നേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടത്താൻ കഴിയുന്ന ഒരുവനെ ഞാൻ സേവിക്കുന്നേ. നിന്റെ മകളിൽ കൊടുത്ത വിശ്വാസത്തിനും, നിന്റെ മോൾക്ക് കൊടുത്ത് പുറകെ നിൽക്കണേ ശോ, നിന്റെ മോൾക്ക് കൊടുത്ത ധൈര്യത്തിനും, നിന്റെ മോൾക്ക് കൊടുത്ത ഉറപ്പിനും ഒക്കെ ആയി സ്തോത്രം. ആ ദൈവകൃപയ്ക്കായി സ്തോത്രം. We love you, Jesus.